ജീവനൊടുക്കിയ കൗൺസിലർ തിരുമല അനിലിനെ പോലീസ് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് ബി.ജെ.പി. ആരോപണമുണ്ടായിരുന്നു. ഇത് തള്ളിയാണ് തമ്പാനൂർ പോലീസ് രംഗത്തെത്തിയത്. അനിൽ അധ്യക്ഷനായ വലിയശാല സഹകരണ സംഘത്തിൽ നിക്ഷേപകന്റെ ബന്ധു എത്തി ബഹളമുണ്ടാക്കിയ സംഭവം പണം കൊടുക്കാമെന്ന ധാരണയിൽ ഒത്തുതീർപ്പാക്കിയേ പിരിഞ്ഞു എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. നിക്ഷേപകന്റെ ബന്ധു ബഹളമുണ്ടാക്കിയതിൽ സൊസൈറ്റിയാണ് പരാതി നൽകിയത്. അയാളുമായി സംസാരിച്ച് അനിൽ ഒത്തുതീർപ്പിലെത്തി. നിക്ഷേപകന് പണം കൊടുക്കാമെന്ന ധാരണയിലാണ് പിരിഞ്ഞത്. അതിനുശേഷം ഒരിക്കൽ പോലും അനിലിനെ വിളിച്ചു വരുത്തിയിട്ടില്ല. തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ 1 മാസം മുൻപാണ് ഈ സംഭവം നടന്നത് എന്നും തമ്പാനൂർ പോലീസ് വ്യക്തമാക്കി. അതേസമയം അനിൽ ജീവനൊടുക്കിയതിൽ പോലീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് ബി.ജെ.പി. പോലീസ് ഭീഷണിക്കൊടുവിലാണ് അനിൽ ജീവനൊടുക്കിയതെന്നായിരുന്നു ബി.ജെ.പിയുടെ ആരോപണം. നാളെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ബി.ജെ.പി. മാർച്ച് സംഘടിപ്പിക്കും. ശനിയാഴ്ച രാവിലെയായിരുന്നു ബി.ജെ.പി. ജനറൽ സെക്രട്ടറി കൂടിയായ അനിലിനെ തിരുമലയിലെ ഓഫീസ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അനിൽ അധ്യക്ഷനായ വലിയശാല ഫാം ടൂർ സഹകരണ സംഘത്തിന് 6 കോടിയോളം രൂപയുടെ ബാധ്യതയുണ്ട്. 11 കോടിയുടെ ആസ്തിയുണ്ട്. അത് പിരിച്ച് നിക്ഷേപകർക്ക് കൊടുക്കണം. ഇതിന്റെ പേരിൽ കുടുംബത്തെ ഒറ്റപ്പെടുത്തരുത്. താനും കുടുംബവും 1 പൈസ പോലും എടുത്തിട്ടില്ലെന്നും അനിലിന്റെ കുറിപ്പിലുണ്ട്. വലിയശാലയിൽ അനിൽ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ജില്ലാ ഫാം ടൂർ സഹകരണ സംഘം സാമ്പത്തിക പ്രതിസന്ധിയിലായതിനെ തുടർന്ന് അദ്ദേഹം മാസങ്ങളായി കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. വായ്പ എടുത്തവർ തിരിച്ചടയ്ക്കാതെ വന്നതോടെയാണ് തിരുവനന്തപുരം സഹകരണ സംഘം തകർച്ചയിലേക്ക് നീങ്ങിയതെന്നാണ് സൂചന. 10 വർഷം മുൻപാണ് വലിയശാലയിൽ സംഘം പ്രവർത്തനം ആരംഭിച്ചത്. അതിനിടെ പലിശയ്ക്ക് പണം കടം വാങ്ങി അനിൽ ചിലരുടെ നിക്ഷേപം തിരികെ നൽകിയതായും സൂചനയുണ്ട്. കോർപ്പറേഷൻ മുൻ കൗൺസിലിൽ തൃക്കണ്ണാപുരം വാർഡിനെയും അനിൽ പ്രതിനിധീകരിച്ചിരുന്നു. ബി.ജെ.പി. ജില്ലാ വൈസ് പ്രസിഡന്റും നേമം മണ്ഡലം പ്രസിഡന്റുമായിരുന്നു. RSSന്റെയും ഹിന്ദു ഐക്യവേദിയുടെയും വിവിധ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 10-ന് ബി.ജെ.പി. ജില്ലാ കമ്മിറ്റി ഓഫീസിലും 11-ന് തിരുമല ജംഗ്ഷനിലും വീട്ടിലും പൊതുദർശനത്തിനു ശേഷം 1-ന് തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കാരം നടക്കും. ഇന്നലെ രാവിലെ 8:30 മണിയോടെയാണ് ഓഫീസിലെത്തി അനിൽ ജീവനൊടുക്കിയത്. അനിൽകുമാർ പ്രസിഡന്റായ വലിയശാല ഫാം സൊസൈറ്റിയിൽ 6 കോടിയിലധികം രൂപ വായ്പ നൽകിയിട്ടുണ്ട്. ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇതോടെ നിക്ഷേപകർ പണം തിരികെ ആവശ്യപ്പെട്ട് എത്തിയിരുന്നു. പണം തിരികെ കൊടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഈ കേസിൽ അനിൽകുമാറിനെയാണ് പോലീസ് വിളിപ്പിച്ചത്. സാമ്പത്തിക പ്രശ്നത്തിൽ സൊസൈറ്റിയിലെ മറ്റാരും തന്നെ സഹായിച്ചില്ല. താനും തന്റെ കുടുംബമോ 1 പണം പോലും ഇതിൽ നിന്ന് എടുത്തിട്ടില്ല. ഇപ്പോൾ എല്ലാ കുറ്റവും തന്റെ പേരിലാണ്. അതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നു എന്നാണ് കുറിപ്പിലുള്ളത്. എന്നാൽ ഫാം സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു ക്രമക്കേട് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് ബി.ജെ.പി. നേതാവ് വി. രാജേഷ് പറയുകയും ചെയ്തു.